ഹലോ ഗായ്സ് ചമി രണ്ടാം ഹാപ്പി ഹലോ ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ബിരിയാണിയുടെ ദം പൊട്ടിക്കാൻ പോവാണ്. എല്ലാം റെഡി അല്ലേ ബിരിയാണി കഴിക്കാൻ? ആർക്കും ഒരു എനർജി ഇല്ലല്ലോ. പാത്രം കഴുകുകയാണ്. നമുക്ക് ബിരിയാണി ആക്കണത് ഈ പാത്രത്തിലുണ്ട്. നമ്മൾ പാട്ടൊക്കെ ഇട്ട് വൈബാക്കാൻ പോവാ. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ആയിട്ടുണ്ട്. ലാപ്പൊക്കെ സെറ്റ് ചെയ്ത് സ്പീക്കറൊക്കെ ഞങ്ങൾ ഈ ബിരിയാണിയുടെ പണി തുടങ്ങിയത് ശരിക്കും ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ടാണ്. അതുകൊണ്ട് ഉണ്ടാക്കി വന്നപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടില്ല. ശരിക്കും ഞാൻ ആ റൈസ് മാത്രം വെക്കാനാണ് ഒന്ന് ഹെൽപ്പ് ചെയ്തുള്ളൂ. മെയിൻ ഷെഫ് സുഹേൽ തന്നെയാണ്. അപ്പോൾ അവൻ്റെ ഇതിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ദമ്മിടാൻ വേറെ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്യുകയാണ്. ആദ്യം വിചാരിച്ചു ലെയർ ചെയ്ത് ചെയ്യാമെന്ന് ചിക്കൻ, പിന്നെ ഇങ്ങനെ തന്നെ ആക്കി. അപ്പോൾ അതേ ദമ്മിട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഷെയ്മ പറഞ്ഞു കായംകുളം സൈഡിലേക്കൊക്കെ സേമിയ പായസം വെക്കുമെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതും ഒന്ന് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്ന് പായസം കൂടി വെക്കണമെന്ന്. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം ഇതും ഉണ്ടാക്കി കഴിച്ചപ്പോൾ തന്നെ നല്ല ലേറ്റായിരുന്നു. പിന്നെ പായസം ഞങ്ങൾ നെക്സ്റ്റ് ഡേ വെക്കുമായിരുന്നു. പക്ഷെ ഞാൻ ആ കോമ്പിനേഷൻ ആദ്യമായിട്ടൊക്കെ കേൾക്കണം, ബിരിയാണി പായസം എന്നുള്ളത്. ചിലപ്പോൾ ആ സൈഡിലോട്ടൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേരെ. അങ്ങനെ അപ്പോൾ അതിങ്ങനെ ലാസ്റ്റ് പരിപാടി കാഷ്നട്ടും മുന്തിരിയും സവാളയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ കാണാൻ. ഇനി വേണമെങ്കിൽ നീ മറ്റേ പൂജ നടത്തിക്കോ. നമ്മുടെ പെരുന്നാൾ ബിരിയാണി അതെ മൈലാഞ്ചിട്ട കൈകൾ. ഗൈസ് നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കഴിക്കണം. അതിന് മുമ്പ് ദം പൊട്ടിക്കണം. നമ്മുടെ പായസം സെറ്റ് ആക്കണം. അത് ദം പൊട്ടിച്ച് നമ്മൾ കഴിക്കണം. പായസം കൂടി റെഡിയാക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എല്ലാരും ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇന്നലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല ബിരിയാണിക്ക് വേണ്ടി. അപ്പൊ നമുക്ക് കഴിക്കാൻ പോവാ. ഒന്നും പറയണ്ട ഗൈസ്, അടിപൊളി ബിരിയാണി ആയിരുന്നു. ഇത് എല്ലാവരും സ്നാപ്പ് എടുക്കുന്ന തിരക്കിലാണ്. നല്ല രസമല്ലേ കാണാൻ തന്നെ. അതിൻ്റെ ഇടയിൽ കുറേ വർത്താനവും ബഹളമൊക്കെ ആയിട്ട് വീഡിയോ ഫുൾ അലമ്പാണ്. അത് ഞാൻ മ്യൂട്ട് ചെയ്തേക്കണേ. പിന്നെ നല്ല ഭംഗിക്ക് വിളമ്പാനായിരുന്നു പ്ലാൻ. മോൾഡ് പോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലിങ്ങനെ വെച്ച് റൗണ്ടിൽ സെറ്റ് ചെയ്യും. പക്ഷെ വിശപ്പ് കാരണം നമുക്ക് അതിനുള്ള ക്ഷമയൊന്നും കിട്ടിയില്ല. നമ്മൾ നോർമലി അങ്ങ് വിളമ്പി ഇളക്കിയിട്ട് എന്ത് ചെയ്താൽ ശരിയാവുന്നില്ല എന്നിട്ട് മാറി ഞങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇടണതാ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഗൈസ് അവൻ ഇടുന്നുണ്ടോ? എന്ത് പ്രൊഫഷണലാണ്. എല്ലാവർക്കും വിളമ്പ് വെച്ചിട്ടുണ്ട്. കഴിക്കാം. എന്നിട്ട് നമുക്ക് എല്ലാവരോടും അഭിപ്രായം ചോദിക്കാം കേട്ടോ. പറയുന്നുണ്ടെന്ന് ഭയങ്കര ബഹളം, ഒന്നും കേൾക്കാൻ പറ്റണില്ല. കുറച്ച് പപ്പടം ഇങ്ങനെ പൊടിക്കുക. ഞാൻ ഫുഡ് ബ്ലോഗിങ് ചെയ്യാണ് ഗൈസ്. സലാഡ്, പിന്നെ നമുക്ക് ഈന്തപ്പഴം അച്ചാർ. അവനവിടെ നേരത്തെ കഴിക്കൽ തുടങ്ങി. പറയടാ, എങ്ങനെയുണ്ട് ബിരിയാണി? കലകൻ എങ്ങനെയുണ്ട് ശരിക്കും? നമുക്കത് ഇനി കഴിച്ച് തീർന്നിട്ട് കാണാം. കഴിച്ചു തീർന്നിട്ട് ഷെയ്മന്റെ എക്സ്പ്രഷൻ എടുക്കാൻ പോകണം. പുറത്തൊന്നും പോയില്ലെങ്കിൽ ഞങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ വീട്ടിൽ നിന്ന് 2-3 ഫോട്ടോയൊക്കെ എടുത്തിട്ട് ചുമങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. കണ്ണാടി ഇതൊക്കെയായിരുന്നു പരിപാടി അന്ന്. പിന്നെ ഞങ്ങൾ ചീട്ട് കളിക്കാൻ വേണ്ടി പോയി. അടിച്ചു ഞാൻ ഇത്രയും വാങ്ങി പിടിച്ചിട്ടുണ്ട്.
ഇത്രയൊക്കെ പറ്റുള്ളൂ. ഒമേഗിൽ കയറിയിരിക്കുകയാണ്. ഒമേഗളോ എന്തോ ഒരു സാധനം ആരും വെക്കുന്നില്ല. മറ്റു ഇപ്പൊ 3 മണിയായി ഗൈസ്. നമ്മൾ ഇതുവരെ കളി നിർത്തിയിട്ടില്ല. എല്ലാരും കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരി, ബൈ 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 ഗൈസ്. ബൈ ബൈ ബൈ. ലാസ്റ്റ് കരുത